Hello my dear students, welcome to Teacher at Home. Today class we are going to learn the first chapter, that is the mirror. Look at the cartoon given below. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു കാർട്ടൂൺ നോക്കൂ, ശ്രദ്ധിക്കൂ. The train is passing. This cartoon shows the reaction of the viewers when the first ever motion picture was shown in Paris. അല്ലേ? പാരീസിലെ ആദ്യത്തെ ഒരു പിക്ചർ ടി വിയിൽ മീൻസ് മൂവ്മെൻ്റ് ഉള്ള ഒരു പിക്ചർ കാണിച്ചപ്പോൾ ഉള്ള റിയാക്ഷൻ ആണ്. It was a 50-second long film directed by Lumiere brothers. അപ്പോൾ what you see in the cartoon means that is a train is moving. അപ്പോൾ ആദ്യത്തെ ഒരു ഫിലിം അവിടെ പ്രദർശിപ്പിച്ചതാണ്. മോഷൻ പിക്ചർ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചിട്ട് 50 സെക്കൻഡിലുള്ള ഫിലിം ആയിരുന്നു, പേടിച്ചോടുന്ന സീനാണ് നമ്മൾ ഈ കാണുന്നത്. What are the viewers? What do you see in the cartoon? Cartoon means what we are seeing, a train is coming by. അല്ലേ? So what are the viewers doing? They are running because it is the first time they are seeing the motion picture. What did they expect to happen? They thought that the train is approaching them. അവരുടെ അടുത്തേക്ക് ആ ട്രെയിൻ വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. Next one, the mirror, the island. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. അല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, സ്മാർട്ട് ബോർഡ്സ് ഉണ്ട്, കുറച്ചധികം സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഇപ്പോൾ എന്താണ്, ഈസിയും എളുപ്പത്തിലുമായിരിക്കുന്നു. ബട്ട് ദർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് എനി ഓഫ് ദിസ്. പക്ഷേ ഒരു കാലത്ത് ആൾക്കാർക്ക് ഇതൊന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല. ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ യു ആർ അബൌട്ട് ടു റീഡ് ഡിസ്ക്രൈബ്സ് എ ഹ്യൂമറസ് ഇൻസിഡൻറ്റ്. ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു ആഫ്രിക്കൻ ഫോക്ക് ടെയിലാണ്, അല്ലേ? ഹ്യൂമറസ് ആയുള്ള ഒരു ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ ടൈം വെൻ പീപ്പിൾ ഹാഡിൻറ്റ് എവർ ഹേർഡ് ഓഫ് മെനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി യൂസ് നൗ. അതായത് ഇന്ന് നമുക്ക് ലഭ്യമായ പല കാര്യങ്ങളും കുറിച്ച് അന്ന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നത്. ലോങ് ലോങ് എഗോ എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ ആൻ ഐലാൻഡ്. ഇറ്റ് വാസ് എ ലോൺലി ഐലാൻഡ്. ദ പീപ്പിൾ ഓഫ് ദ ഐലാൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. അതായത് കുറേ കാലം മുമ്പ് ഒരു മീൻകാരനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഐലാൻഡിൽ, ദാറ്റ് ഈസ് എ ലാൻഡ് സറൗണ്ടഡ് ബൈ ഫുൾ ഓഫ് വാട്ടർ, ലോൺലി ആയിട്ടുള്ള ഒരു ഐലാൻഡ് ആയിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ ഐലാൻഡ്, അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നിശബ്ദരായിരുന്നു, മീൻസ് ക്വൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു, ചെറിയ അളവിൽ ജീവിച്ചു പോകുന്നവര്. ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. അവിടെ കറണ്ടും ഇല്ല, ഫോണില്ല, ടി വി ഇല്ല, ന്യൂസ് പേപ്പറും ഇല്ല. ദേ ഹാഡ് നോ ഹെയർ ബ്രഷ്, നോ മിറേഴ്സ് ആയത്. അവർക്ക് തല ചെയ്യാനുള്ള ബ്രഷോ അതോ മിറർ പോലും ഇല്ല. ഇസ് ദ ഐലാൻഡ് എ പ്ലേസ് ലൈക്ക് യുവേഴ്സ്? No. Place like yours ആണോ? No. So we can write here as no. How it is different? How is different means നമുക്ക് എന്ത് എഴുതാം? It is having no electricity, no phone, no television, no newspaper. They had no hairbrush, no mirrors either. Okay. The only way the islanders came to know about the world outside was through the ships that passed the island. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പുറമേ ലോകത്തിനെ കുറിച്ച് അറിയുന്നത്? The only way the islanders are through the ship that passed the island. ആ വഴിക്ക് കപ്പൽ പോവാറുണ്ട്. ആ വിധത്തിൽ മാത്രമേ അവർക്ക് പുറലോകത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ലഭിക്കുന്നുള്ളൂ. How did the islanders know about the outside world? Only way the islanders came to know about the outside world through the ships that pass the island. Okay. Then the sailors in the ship threw old worn out toothbrushes, broken buckets, torn shoes, etc. into the sea. When these things came ashore, the people of the island collected them. അതായത് ആ കപ്പലിലെ യാത്രക്കാര് അവരുടെ കയ്യിലുള്ള പൊട്ടിയ ബ്രഷും ബക്കറ്റും ഷൂ ഒക്കെ കടലിലേക്ക് എറിയും. അത് കരയ്ക്ക് എത്തുമ്പോഴാണ് ഈ ഐലൻഡ് ഉള്ളവരില് അവര് കളക്ട് ചെയ്ത് വെക്കാറ്. So why did the islanders collect the things? Because the sailors in the ship throw the old things that were collected by the islanders. Okay. Father comes alive. One day the fisherman was walking along the seashore. ഒരു ദിവസം മീന് പിടിക്കുന്ന ആളെന്താണ്, മീൻകാരൻ കടൽ തീരത്ത് നടക്കുകയായിരുന്നു, അല്ലേ? After the death of his father, it was for the first time he was going out. അച്ഛൻ മരിച്ച ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. Oh my father, how loving he was.
അച്ഛൻ എത്ര സ്നേഹമുള്ള ആളായിരുന്നു. He thought, never can I see him again. എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുകയുന്നില്ല, ഇനി കാണാൻ പറ്റില്ലല്ലോ. Suddenly a flash of light fell on his eyes. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ലൈറ്റ് അയാളുടെ കണ്ണിലേക്ക് അടിച്ചത്. Something shining was lying on the sand. എന്തോ തിളങ്ങുന്ന സാധനം മണ്ണിൽ കിടക്കുന്നുണ്ടായിരുന്നു. He picked it up and looked at it. അദ്ദേഹം അത് എടുത്തിട്ടൊന്ന് നോക്കി. Had never seen such a thing before. അങ്ങനെ ഒരു സാധനം അദ്ദേഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. He saw a face in it. അദ്ദേഹം അതില് മുഖം കണ്ടു. Was scared. പേടിച്ചു. He threw it away. വലിച്ചെറിഞ്ഞത്. But after a while he walked towards it again. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്തേക്ക് നീങ്ങി. He picked it up and saw the face in it again. അതെടുത്തിട്ട് ഒന്നും കൂടെ മുഖം ഒന്ന് നോക്കി. Why did he think that the face in the mirror was his father? Because he was exactly like his father. He had never seen his own face before. അദ്ദേഹത്തിന്റെ മുഖം ഒരിക്കലും അദ്ദേഹം കണ്ടിരുന്നില്ല. He thought it was his father's face. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത് ആ കാണുന്ന മുഖം അദ്ദേഹത്തിന്റെ അച്ഛന്റെയാണ്. Was very happy. നല്ല സന്തോഷമായി. He thanked God. ദൈവത്തിനെ നന്ദി പറഞ്ഞു. For sending his father's picture. അച്ഛന്റെ ചിത്രം അയച്ചു തന്നതിന് നന്ദി പറഞ്ഞു. He smiled at the picture. ആ പിക്ചർ നോക്കി ചിരിച്ചു. What a surprise. എന്തൊരു അതിശയം. It smiled back. അതും തിരിച്ച് ചിരിച്ചു. What do you think the fisherman will do with the mirror? He thought that it was his father's face because it was the first time he was seeing a face in the mirror. He turned the mirror to see if his father was behind him. അപ്പോൾ അതൊന്ന് തിരിച്ചു നോക്കി അച്ഛൻ പിറകിലുണ്ടോ നോക്കാൻ. But he could not see anyone. ബാക്കിൽ ആരും തന്നെ ഇല്ല. Once more he turned it to his face. ഒന്നും കൂടെ മുഖത്തേക്ക് തിരിച്ചു നോക്കി കണ്ണാടി. My loving father. എന്റെ സ്നേഹനിധിയായ അച്ഛൻ. He spoke to his father. അയാള് അദ്ദേഹത്തിന്റെ അച്ഛനോട് സംസാരിച്ചു. His father's lip moved but he heard nothing. അച്ഛന്റെ ചുണ്ടുകളും ചലിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. He became sad. അയാൾക്ക് വിഷമം തോന്നി. He cried. കരഞ്ഞു. His father too seemed to cry. അച്ഛനും കരയുന്നതായിട്ട് കണ്ടു. He held the mirror close to his heart and went home. അത് ഹൃദയത്തിലേക്ക് അടുപ്പിച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് പോയി. Where will he keep the mirror? Had kept his mirror. Will he hang it on the wall? ചുമരിൽ തൂക്കിയിടുവോ? Will he keep among the clothes? തുണികളുടെ ഇടയിലാവോ വെക്കുക? Or will he hide it somewhere? വേറെ എവിടെയെങ്കിലും ആവോ വെക്കുക? നമുക്ക് അടുത്ത പാരഗ്രാഫിൽ നോക്കാം അല്ലേ. The fight. വഴക്ക്. A fisherman reached home and called his wife. Fisherman വീട്ടിലെത്തിയിട്ട് ഭാര്യയെ വിളിച്ചു. See, who is there in it? നോക്ക്, ഇതിലാരാന്ന്. He showed her the mirror. മുഖം കാണിച്ചു. She looked eagerly into it. അവള് ജിജ്ഞാസയോടുകൂടി ആ കണ്ണാടിയിലേക്ക് നോക്കി. She saw the face of a woman in it. അപ്പോഴാണ് ഒരു സ്ത്രീയുടെ ചിത്രം കണ്ടത്. Oh my mother, she looked so young. എന്റെ അമ്മ ഇത്ര ചെറുപ്പമായിരിക്കുന്നു. She was thrilled. അവൾക്ക് സന്തോഷായി. Where did you get this thing from? എവിടെ നിന്നാ ഞങ്ങൾക്ക് ഇത് ലഭിച്ചത്? Mother? Whose mother? അമ്മയോ? ആരുടെ അമ്മ? The fisherman turned the mirror towards his face. ആ മീൻകാരൻ ആ കണ്ണാടി അയാളുടെ മുഖത്തേക്ക് നേർക്ക് തിരിച്ചു. Oh my mother, she looked so young. Why did the mother look young? അമ്മ എന്താ ചെറുപ്പമായി തോന്നിയത്? Because she was seeing the same face on the mirror. അവളുടെ മുഖം തന്നെയാണ് ആ കണ്ണാടിയിൽ അവള് കാണുന്നത്. It's my father. She grabbed the mirror from him and looked into it again. ഇത് എന്റെ അച്ഛനാണ്. കണ്ണാടി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഒന്നും കൂടെ നോക്കി. Are you joking? It's my mother. She cried out. നിങ്ങളെന്താ കളിയാക്കുകയാണോ? ഇതെന്റെ അമ്മയാണ്, അവൾ ഉറക്കെ പറഞ്ഞു. The man was annoyed and stabbed the mirror. അയാൾക്ക് ദേഷ്യം വന്നിട്ട് മിറർ തിരിച്ചു വാങ്ങി. What was the reason for the fight between the mirror and between the fisherman and his wife? Because when the woman was looking, she was showing her face, but when it was turned to that man's side, he was showing his face on the mirror. From her hands, he looked it again to ensure himself that it was his father. പിടിച്ചു വാങ്ങിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? അതാ അച്ഛന്റെ ഫോട്ടോയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. There's something crazy wrong with you. You are going crazy. എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ.
I'll never show you this again. ഞാൻ ഒരിക്കലും നിനക്ക് ഇത് കാണിച്ചു തരില്ല. He said. His wife tried to grab the mirror from him. Wife എന്ത് ചെയ്തു? ആ കണ്ണാടി അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. The fisherman held on it. അയാളും അത് മുറുകെ പിടിച്ചു. They started battling for the mirror. അവർ ആ കണ്ണാടിക്ക് വേണ്ടി വഴക്കൂടാൻ തുടങ്ങി. Mirror fell down on the floor and broken into pieces. Mirror താഴെ വീണിട്ട് ചിന്നിച്ചിതറി. They stopped fighting and looked at the pieces. അവര് വഴക്ക് നിർത്തിയിട്ട് അതിൽ ആ ചില്ലിലേക്ക് നോക്കി. The pieces reflected their images. അത് ആക്ച്വലി എന്തായിരുന്നു? അവരുടെ ഇമേജ് തന്നെ അതിൽ റിഫ്ലക്ട് ചെയ്യായിരുന്നു. What do you think the fisherman and his wife did when the mirror was broken into pieces? They looked their own faces. They looked into the mirror and saw their own images. Okay. Why did the man throw the mirror away on seeing a face in it? Because it was the first time he is seeing a face on the mirror. He is seeing a mirror itself. You can see 6 pictures along with the story. Pick out the sentence from the story that match with each of these pictures. We use many modern devices in our day-to-day life. Laptop, mobile, iPhones, iPods, etc. Do you think that the devices are essential? Yes, now it is very essential for our day-to-day life. Can we live without this? Yes, we can also. It is very difficult to live without that. Conduct a debate on, are we dependent on modern devices? Are we dependent on it means for the day-to-day life it is a must. It seems to a must. The story ends with the sentence, the pieces reflected their images. The fisherman and his wife did not speak for some time. Then they started a conversation. Write the conversation between them. That they had seen there. That is, the conversation is that they had fighted for the mirror, thinking that it is their mother's image they are seeing on the mirror. അവർ ആ കണ്ണാടി വാങ്ങി നോക്കിയപ്പോൾ അവരുടെ അമ്മയുടെ ചിത്രമാണെന്നാണ് ചിന്തിച്ചത്. The fisherman thought that it is the father image, but the women thought that it is the mother image. So when it was broken into pieces, they saw the image of their own on that mirror. Okay. Let's enact the whole story in the form of a skit. Story ഒരു skit രൂപത്തിലാക്കാം. ഗ്രൂപ്പ് ആയിട്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. Okay. Characters, events and dialogues. While a group is presenting the skit, others may observe and assess the presentation. Describe your experience and presenting. ഒരു skit ആയിട്ട് represent ചെയ്യാൻ പറ്റും ഇത്. Okay. So that's all about this chapter. The next part we can see in the part 2. So if you are interested, please do like, share and subscribe my channel. Okay, thank you.